കോഴിക്കോടേക്ക് ജനറലിൽ പോവാന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക്. അപ്പം ഞാൻ യശ്വന്ത്പൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിലാണ് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ മെട്രോയിലൊക്കെ കയറി ഇവിടെ 2 മെട്രോ കയറണം നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ എത്തണമെങ്കിൽ. സ്റ്റാർട്ടിങ്ങിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് ആയതുകൊണ്ട് ആദ്യം സീറ്റൊക്കെ കിട്ടി. പിന്നെ മജസ്റ്റിക്കിൽ ഇറങ്ങി മാറി കയറണം. അവിടെയാണ് ഒരു ലോഡ് ആൾക്കാർ കേട്ടോ. മെട്രോക്ക് കാത്തു നിൽക്കുന്ന ആൾക്കാരെ വരികണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് മെട്രോ കിട്ടൂലെന്ന്. ഉള്ളിലും തിരക്ക് പുറത്തും തിരക്ക്. പക്ഷെ ഉള്ളിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കുത്തി കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു guys. പിന്നെ ഒരു 7 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ യശ്വന്ത്പൂർ എത്തി. അവിടെ എത്തിയ അടുത്ത ടാസ്ക് ടിക്കറ്റ് എടുക്കുന്നത്. യശ്വന്ത്പൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 180 രൂപയാണ്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ട്രെയിനിന്റെ അടുത്തേക്ക് പോയി. ഈവനിങ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒരു ചിപ്സ് മേടിച്ചിട്ടാണ് പോയത്. ട്രെയിനിന്റെ ഫ്രണ്ടിലുള്ള ജനറലിലേക്കാണ് ഞാൻ പോയത്. കയറിയ ടൈമിൽ അവിടെ ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കുടിക്കാൻ ഒരു മിനിറ്റ് മെയ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓൺ ആയി. അപ്പൊ നമ്മളെ കൈയോട്ടുന്ന ടീമിനെ കണ്ടിട്ടു. പിന്നെ ട്രെയിനും എല്ലാം എടുത്തു തുടങ്ങി. എനിക്കാണെങ്കിൽ ഇതുപോലെ ട്രെയിനിലാ എവിടെയെങ്കിലും കയറുമ്പോഴേക്കും നല്ല തലവേദനയാണ് കേട്ടോ. ട്രെയിനിൽ കൊണ്ടുവന്ന കോഫി പൗഡറിന്റെ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞാൽ കുറച്ചു നേരം ബോറടിച്ചപ്പോൾ നമ്മൾ അടുത്തുള്ള ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് ഗെയിമൊക്കെ കളിച്ചു. ഞാൻ വിചാരിച്ച അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു ട്രെയിനിൽ. രാത്രി 12 മണിയായി, 1 മണിയായി, 2 മണിയായി, എന്നിട്ടും മര്യാദയ്ക്ക് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. വെറുതെ താഴത്തേക്ക് നോക്കിയപ്പോൾ അവിടെ തിമിംഗലം ചത്തെടുക്കുന്ന പോലെ കുറേ പേര് കിടക്കുന്ന. പിന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, അവിടെ കിടക്കുന്ന കൂടുതൽ സുഖം. പിന്നെ രാവിലെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊരു കോഫി കുടിച്ചു. പാലക്കാട് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കോഫി കുടിച്ചത്. അത് കഴിഞ്ഞാൽ രാവിലെ പണിക്ക് പോകാനുള്ള ആൾക്കാർ ഇങ്ങനെ ട്രെയിനിൽ കയറി തുടങ്ങി. നമ്മളാണ് ഇന്നലെ ഉറങ്ങാൻ പറ്റാത്ത ഹാങ് ഓവറിൽ ഇങ്ങനെ ഫറോക്ക് നിർത്തുമോ ഇല്ലയെന്ന് അറിയില്ല. ഇനി ഒരു സെക്കൻഡ് നിർത്തിയപ്പോൾ ഞാൻ ചാടി ഇറങ്ങി അവിടുത്തെ AC വെയിറ്റിംഗ് റൂമിൽ പോയി. ഈ പെയ്ഡ് AC ലോഞ്ച് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ കുറേ പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്കത് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫറോക്ക് സ്റ്റേഷന്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ പുതിയ ചേഞ്ചസ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ നേരെ ഒരു ഹോട്ടലിന്റെ അടുത്തേക്ക് പോയി. ഫറോക്ക് സ്റ്റേഷന്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നേരം 2 പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞു. 1.5 പൊറോട്ട കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ കഴിക്കാൻ ശ്രമിച്ചു, ഫുള്ളായില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടൻ കൂട്ടാനെത്തി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.